ಏನು ಟೆನ್ಷನ್ ತಗೋಬೇಡ, ಕೂಲಾಗಿರು. ಇದೇ ಫಸ್ಟ್ ಟೈಮ್ ಈ ಥರ ಆಗಿರೋದು ಅದಕ್ಕೆ. ഓക്കെ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? Okay, sir. They're requesting if they can talk to you. Phone koduboda. Aitha, sir. I will pass the phone. You can speak to him. ഓക്കെ. ഹലോ സർ. യെസ് സർ. ഇറ്റ്സ് എ ബർത്ത്ഡേ നെക്സ്റ്റ് വീക്ക് on Friday, yeah. It'll be great if you can just come over. Thank you, sir. Thank you. All right. ബ്ലസ്സി, ബിറ്റി ഒന്ന് ഓക്കെ ആയാൽ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന കാര്യം ആലോചിക്കായിരുന്നു. നിന്റെ പഠിത്തം കൂടെ കഴിയട്ടെന്ന് വിചാരിച്ചു. നിനക്ക് ഡിഗ്രി നാട്ടിൽ ചെയ്യാം. എന്താ നിന്റെ അഭിപ്രായം? ദേശിയോട് പറഞ്ഞോ? അവനോട്. തോമാച്ച, അകത്തോട്ട് കയറിയിരിക്കാം. കയറിയിരിക്കാമോന്നൊന്നുമല്ല, കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. തന്റെ മോൻ കാരണം എന്റെ മോള് ന്യൂസിലൻഡിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ കയറി കുത്തിയിരിക്കുക. താൻ അവനോട് പറഞ്ഞേക്ക് എന്റെ കൊച്ചിന്റെ ഭാവി നശിപ്പിക്കില്ലെന്ന്. ഒരു ഇടപാട്. അപ്പൊ ഇതായിരുന്നു അവന്റെ ന്യൂസിലൻഡ്. നിനക്കറിയായിരുന്നു? പേസി പൊക്കോട്ട് പപ്പ. ഞാൻ ആരെയും പിടിച്ചു വെച്ചിട്ടില്ലല്ലോ. അമ്മ പോയപ്പോ തൊട്ട് ഞാൻ കാണുന്ന പപ്പയ്ക്ക് എവിടെ പോണേലും പപ്പ ഞങ്ങളെ അവനെ ഏൽപ്പിച്ചിട്ട് പോവും. അവൻ ഫ്രണ്ട്സിൻ്റെ കൂടെ മര്യാദയ്ക്കൊന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല. അവൻ നമുക്കിടെ സ്റ്റക്കാണ്. ബേസിന്റെ വഴിക്ക് വിടു പപ്പ. അവന്റെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ. അങ്ങനല്ല പപ്പ, പപ്പ പറഞ്ഞാലേ അവൻ പോവും. ഞാനിപ്പോ വരാം പപ്പ. എനിക്ക് നാട്ടിലേക്ക് പോകണ്ട പപ്പ. പിന്നെ എനിക്ക് ഇവിടെ ഒന്നാ പഠിച്ചാൽ മതി. ഇവിടെ നീ ഒറ്റയ്ക്കല്ലേ? എന്നെ ആരും പിടിച്ചോണ്ട് പോവില്ല പപ്പ. അതറിയാം. പിന്നെ മണിയങ്ങൾ എന്റെ ലോക്കൽ ഗാർഡിയൻ ആയിക്കോളും. മണിയെ നീ മണിയടിക്കുമെന്ന് എനിക്കറിയാം. സമ്മതിക്കു പപ്പ. പണ്ട് സെമിനാരി പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞങ്ങൾ അവിടെ ഒരു ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കാൻ പോകുമായിരുന്നു. അവിടെ ടൂറിസ്റ്റുകൾക്ക് കയറാനൊരു കുതിരയുണ്ടായിരുന്നു. അതിൻ്റെ തലയിൽ ഇങ്ങനെ ഒരു ഫ്ലാപ്പ് വെച്ച് കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെ വിട്ടാലും ആ കുതിര ഓടുന്നത് ഒറ്റ ഡയറക്ഷനിലായിരിക്കും. പപ്പയെ അതുപോലായിരുന്നടാ. ഷീബ പോയപ്പോൾ ഞാനിന്ന് പേടിച്ചുപോയി. പെട്ടെന്ന് ഞാൻ കൂടി ഇല്ലാണ്ടായാൽ നിങ്ങൾ പെരുവഴിയിലാകരുത്. അതുകൊണ്ട് ഈ കാലം മുഴുവൻ നിങ്ങളെ ഒന്ന് സേഫാക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു ഞാൻ. ലൈഫിലെ സകല കണക്കൂട്ടലുകളും തെറ്റി ഒന്ന് നിലത്തിറങ്ങിയപ്പോഴാ എനിക്കെന്റെ പ്രശ്നങ്ങൾ മനസ്സിലായത്. പപ്പ, അത് പോട്ടെ, തോമാച്ചൻ എന്നെ കാണാൻ വന്നായിരുന്നു. അതൊക്കെ ഞാൻ അറിഞ്ഞു. ഞാനത് വിട്ടു പപ്പ. അതെന്താ? ഞാനിവിടെ അവളവിടെ. ലോങ് ഡിസ്റ്റൻസ് സിറ്റുവേഷനിൽ വർക്കൗട്ടോ അല്ല. എന്നാ ശരിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. തൽക്കാലത്തേക്ക് നമ്മളൊന്ന് സ്പ്ലിറ്റ് ആവുന്നു. ഞാനും ബിറ്റിയും നാട്ടിലേക്ക് പോകുന്നു. ബ്ലെസ്സിക്ക് ഇവിടെ ഡിഗ്രി ചെയ്യണമെന്നാ. അങ്ങനെ ആവട്ടെ. നീ ന്യൂസിലാൻഡിനും പോകുന്നു. ലോങ് ഡിസ്റ്റൻസ് നമുക്കും ഒന്ന് വർക്കൗട്ട് ആവും നോക്കടാ. പപ്പ, ഐ എം സോറി. ഒരു തരത്തിൽ പറഞ്ഞ നമ്മൾ എല്ലാവരും ഇംപെർഫെക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ മിസ്റ്റേക്സ് ആ ഹ്യൂമൻ നേച്ചർ. പക്ഷെ ആ തെറ്റുകൾ നമ്മൾ കറക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നതില്ല കാര്യം. അങ്ങനെ ബിറ്റിയുടെ ബിഗ് ഡേ വന്നു. അവൾ ഏറ്റവും കാത്തിരുന്ന ദിവസം. ഇന്ന് അവള് ഹാരിസിനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യാൻ പോവാ. ആൻഡ് വി വാണ്ടഡ് ടു മേക്ക് ഇറ്റ് റിയലി സ്പെഷ്യൽ ഫോർ ഹർ. Strolling in the morning, a silver of the sky. Every day that's dawning brings hope in my eyes. Falling in the rhythm every time I sleep. Dreaming of a land where no
emergency, Harissa had to fly back to Dubai and he won't be able to make it for your sister's birthday today. He conveyed his apologies. ഹാരിസന് വരാൻ പറ്റില്ല. എന്നാലും നമ്മുടെ കൊച്ചിനെ ഹാപ്പിയാക്കാൻ നമുക്ക് പറ്റിയില്ലല്ലോ മണിയങ്കളെ. അവളെ സന്തോഷിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അവളുടെ പപ്പയാണെന്നും താൻ അവളുടെ മണിയങ്കളാണെന്നും പറഞ്ഞ് നടക്കുന്നു. എന്നാ പിന്നെ ഞാൻ മറ്റെടുക്കട്ടെ. ഏത് മറ്റത്? ഏ പണ്ട് ചല്ലാനം പള്ളിയിൽ കാർഡ്സ്മാൻ പ്രഭുവായിട്ട് 8 വർഷം തട്ടയില് ഇങ്ങനെ ഇങ്ങനെ അത് വെച്ച് നോക്കാം നമുക്ക്. മണിയങ്കിളിനെ എപ്പോഴാ ഫുൾ കോസ്റ്റ്യൂമിൽ കളിക്കണേ? ഹാരിസ് വന്നില്ലെങ്കിലും മണിയങ്ങൾ അവൾക്ക് കൊടുത്ത പ്രോമിസ് കീപ്പ് ചെയ്തു. ആൻഡ് ഡോക്ടർ പറഞ്ഞ പോലെ അവൾ ഈ മൊമെന്റ് ഫുൾ എൻജോയ് ചെയ്യുന്നുണ്ടാവും. സിസ്റ്റർ ആശ, ಇವತ್ತು ಆಶಾಗೆ ಡ್ಯೂಟಿ ಕ್ಯಾಶುಯಾಲಿಟಿ ಅಲ್ಲಿ. നീ ആരെ അന്വേഷിക്കണേ? ഞാനൊരു കമ്പൗണ്ടറിനെ അന്വേഷിച്ച. ഏത് കമ്പൗണ്ടർ? ഇവിടെയുള്ള എല്ലാ കമ്പൗണ്ടർമാരും തനിക്കറിയാം. കുത്തി കുത്തി ചോദിക്കുക. നമുക്ക് ആ കമ്പൗണ്ടറെ പോയെന്ന് കണ്ടാലോ? എന്റെ PF പേപ്പർ കണ്ടായിരുന്നു? ഞാൻ തിന്നു. ചുമ്മാ അല്ല കാണാത്തത്. ഇതെല്ലാം പാക്ക് ചെയ്തായിരുന്നു. ഞാൻ ഇപ്പൊ വരാൻ കേട്ടോ. പൊട്ടുന്ന സാധനമുണ്ട്, സൂക്ഷിക്കണേ. നീ പൊട്ടിക്കാതെ നോക്കിയാ മതി. ഫിലിപ്പേ, വാടാ, ഞാൻ തുടങ്ങി. എന്ത് മഴയായിരുന്നു. നാട്ടിൽ പോയിട്ട് എന്താടാ നിന്റെ പ്ലാൻ? ഒന്നും തീരുമാനിച്ചിട്ടില്ല, നോക്കാം എന്താവും. നിന്റെ ഇളയപ്പിനുള്ള കാരണം ഒരു നേരം പോക്കുണ്ടാവൂലേ? അങ്ങനെ ഞാൻ അമേരിക്കക്ക് പറഞ്ഞു വിട്ടു. കല്യാണമോ മിസ്സായി. പോയി പിള്ളേരുടെ മാമോദിസെങ്കിലും കൂടട്ടെ. കേസ് ഒതുക്കിയതിന് എത്ര കിട്ടിയെന്ന് ഞാൻ ചോദിക്കുന്നില്ലേ? പിന്നെ കാര്യങ്ങളൊക്കെ ഒന്നേന്ന് തുടങ്ങണ്ടേ? അതിന് കാശ് വേണ്ടേ? ദാ അപ്പ ചിയേഴ്സ്. 30-35 വർഷം ജീവിച്ച സിറ്റിയാ. ലൈഫിന്റെ പകുതിയിൽ കൂടുതലും ഇവിടെ തന്നെയായിരുന്നു. ഇവിടുന്ന് പോകുമ്പോ എന്തൊക്കെയോ ബാക്കി വെച്ചിട്ട് പോകുന്ന ഒരു ഫീലിംഗ്. അത് കുഴപ്പമില്ല, നീ ഓർക്കുമ്പോ എന്നെ വിളിച്ചു പറഞ്ഞാ മതി, ഞാൻ എടുത്തു വെച്ചോളാം. ഒന്ന് പോടും. പിന്നെ എന്താടാ നിന്റെ പ്രശ്നം? എടോ, ഉള്ളിലൊരു വിങ്ങലാണെന്ന്. ഓ അങ്ങനെ, വിങ്ങലൊക്കെ ഞാൻ ഇപ്പൊ മാറ്റിത്തരാം. നീ ആ കയ്യിലുള്ള എടുത്തങ്ങ് അടിക്കല്ലേ? അടി. നിനക്കൊരു കൂട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അങ്ങ് മാറും അല്ലേ? ആ പറഞ്ഞ പോയിന്റാണ്. തന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് കല്യാണ കാര്യം പറഞ്ഞ എന്റെ അടുത്ത് വരരുതെന്ന്. ഞാൻ പറയുന്നത് മുഴുവൻ ഒന്ന് കേക്ക്. വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഒന്ന് പറയട്ടടാ, നമ്മുടെ ആ പുള്ളിക്കാരി ഇല്ലേ? ആര്? അത് തെളിച്ചു പറയടോ. കമ്പൗണ്ടർ അത് നീ ഓ, മറന്നുപോയി. ആ കുട്ടിയാ? തെളിച്ചു പറയണ്ടേ? അവർക്ക് എന്ത് പ്രായമാണെന്ന് വെച്ചിട്ടാ? കുട്ടിയല്ല, സ്ത്രീ. പോരെ? നമുക്കൊന്ന് ആലോചിച്ചാലോ? അയ്യോ, താൻ എന്തോ ഈ പറയുന്നത്? മണിയങ്ങളെ വിട്ടേക്ക്, പാപ്പയ്ക്ക് താല്പര്യമില്ല. വേണ്ട. ഇവനെ കൊണ്ട്. എടാ, അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് ആലോചിക്കണം. നിർബന്ധിക്കണില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ, തിരക്ക് കൂട്ടരുത്. കിട്ടിയ ശരിയാവില്ല. ഇനി അതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട. നിങ്ങളുടെയൊക്കെ ആഗ്രഹം അതാണെങ്കിൽ ആലോചിച്ചോളൂ. എന്താ വല്ലാത്തൊരു നോട്ടം. എടാ, 250 രൂപയ്ക്കൊരു വാടക വീടും അന്വേഷിച്ച് ആ കമ്മനകള്ളിയിൽ കിടന്ന് കറങ്ങുന്ന അന്ന് കാണാൻ തുടങ്ങിയതല്ലേ നിന്നെ ആ എന്റെ അടുത്ത് വേഷം കിട്ടെടുക്ക. പിന്നെ പോയിട്ടില്ല.
അമ്മ വാസ് റൈറ്റ്. പ്രശ്നങ്ങളാണ് മനുഷ്യരെ കൂടുതൽ അടുപ്പിക്കുന്നത്. കമ്മിങ് ത്രൂ ഓൾ ഓഫ് ദിസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി. ആകാശം ഇരുണ്ടു കൂടിയാലും മഴ തിമിർത്ത് പെയ്താലും ഇതിലൊക്കെ ഒടുവിൽ ഒരു മഴവിൽ നിങ്ങളെ കാത്തിരിപ്പുണ്ടാവും.